വയനാട് ദുരന്ത ഭൂമിയിൽ സന്ദർശനം നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ടെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് രാവിലെയോടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിലെ ദുരന്തഭൂമി സന്ദർശിക്കാനായി എത്തിയത്. ഉരുൾപൊട്ടൽ ഏറ്റവും കൂടുതൽ ബാധിച്ച 2 പ്രദേശങ്ങളിലൊന്നായ ചൂരൽമലയിലെത്തിയ അദ്ദേഹം പിന്നീട് മുണ്ടക്കൈയും സന്ദർശിച്ചു. NDRF സംഘവുമായി രക്ഷാപ്രവർത്തന പുരോഗതിയും അദ്ദേഹം വിലയിരുത്തി. ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച അദ്ദേഹം താൻ കണ്ടതും മനസ്സിലാക്കിയതുമായ എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരിന് മുന്നിൽ അറിയിക്കുമെന്ന് പറഞ്ഞു. കേരളത്തിന് കേന്ദ്രം നൽകേണ്ട സഹായങ്ങൾ സംബന്ധിച്ച ഉരുൾപൊട്ടലിന്റെ ആഘാതം വിലയിരുത്തി റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പിന്നെ പ്രദേശവാസികളുടെയും ഒക്കെ ഒരു അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് മാത്രമായിരിക്കും അങ്ങനെയുള്ള പുനഃസ്ഥാപനം എന്ന് പറയുന്നത് വിലയിരുത്തും. അതൊക്കെ ഒന്ന് ഒത്തിരുന്ന് സംസാരിച്ചൊരു തീരുമാനത്തിലെത്താതെ നമുക്ക് പറയാനൊക്കെ. ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞു. അതിനേക്കാൾ നല്ല മനസ്സിലാക്കലുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒത്തുചേരുന്നതാണ് തീരുമാനമാണ്. ആ തീരുമാനത്തിന് വേണ്ടി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുമെന്നും ദുരിതബാധിതരുടെ മാനസികാരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മാനസികമായ ഒരു പുനരധിവാസമായിരിക്കും ഇതിനകത്ത് ഏറ്റവും കഠിനമായ പ്രയത്നം. അതിന് നമുക്ക് സോഷ്യൽ വർക്കേഴ്സും NGOസും ഒക്കെ ഉണ്ട് അതിനകത്ത് എക്സ്പെർട്ടീസുള്ള. ഒരുപാട് സൈക്കാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയൊക്കെ കൊണ്ടുവന്ന് വലിയൊരു ടീം വന്നു. അതൊരു വലിയ ഭാരപ്പെട്ട പണി തന്നെ ആയിരിക്കും. ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളിലും പിന്നീട് വിംസ് ഹോസ്പിറ്റലിൽ എത്തി ചികിത്സയിൽ തുടരുന്നവരെയും സന്ദർശിച്ചു. തുടർന്ന് മേപ്പാടിയിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ശ്മശാനവും സുരേഷ് ഗോപി സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക് ജനം.